അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിന് ചൈതന്യ പൈതൃകത്തിന്റെ പൊന്നാടയും അദ്ദേഹത്തിന് ഉപഹാരവും നൽകുകയാണ്. അത് ഏറ്റുവാങ്ങുന്നതിനായിട്ട് ആദരണീയ ബഹുമാനായ ഗവർണറെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്. അദ്ദേഹം സ്വാമിജിയുടെ അനുഗ്രഹം വാങ്ങുന്നു. 25 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പൈതൃക ഗുരുവായൂരിലെ ഭാഗവതോത്സവ വേദി സമ്പുഷ്ടമാക്കി അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിനായിട്ട് ആദരണീയനായ ഗവർണർ ശ്രീധരൻപിള്ള സാറിനെ ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അഭിഭാഷക വൃത്തിയുള്ള പ്രാഗൽഭ്യം കോടതി മുറികളിൽ കണ്ടിട്ടുള്ള ആളുകളാണ് ഞങ്ങളൊക്കെ. അതായത് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കും. സ്വാഗതം ഭക്തജനങ്ങളെ സഹോദരി സഹോദരൻ, എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാമിജി ഏതാണ്ട് 2 പതിറ്റാണ്ട് കാലത്തോളമായി അദ്ദേഹത്തിൻ്റെ പല പരിപാടികൾ ഞാൻ കേൾക്കാറുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ ആത്മീയ രംഗത്ത് വീണ് കിട്ടിയ ഒരു സൗഭാഗ്യമായി ഞാൻ സ്വാമിജിയെ കാണുന്നത്. അദ്ദേഹം സപ്താഹസ് പരിപാടികൾ പങ്കെടുക്കുന്നു. അതുവഴി കേരളത്തിലുടനീളം, കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമൊക്കെ അദ്ദേഹത്തിന് സ്വാമിജിക്ക് നമ്മെല്ലാം ബോധവൽക്കരിക്കാനുള്ള ശ്രമത്തിൽ ആത്മീയ രംഗത്ത് സനാതന ധർമ്മത്തെ, അതിൻ്റെ തത്വങ്ങളെ മറ്റ് വിശ്വാസങ്ങളോടൊക്കെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഇത്രയും ആധികാരികമായി എന്നെപ്പറ്റി ഒരു അഭിഭാഷകനെന്ന് ഇവിടെ വിശേഷിപ്പിച്ചു. കോടതി മുറികളിൽ ഒരു വിഷയം കിട്ടിയാൽ സാധൂകരിക്കാനുള്ള തെളിവുകളും ശ്രമങ്ങളും അതിനൊക്കെ അപ്പുറത്ത് അത് അവതരിപ്പിക്കുന്ന ആളുടെ പ്രാഗൽഭ്യമൊക്കെയാണ് കേസുകളെ വിജയിപ്പിക്കുന്നത്. എനിക്ക് എല്ലാം കൊണ്ടും പറയുമ്പോൾ ഞാൻ സ്വാമിജിയുടെ നമ്മുടെ കുറേ കാലം ഞാൻ മിസോറാമിൽ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ഒരുപാട് സമയം കിട്ടുന്നതാണ്. രാവിലെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ട് ഒട്ടേറെ കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഇന്നും പച്ച പിടിച്ച് നിൽക്കുന്ന, എവിടെ പോകുമ്പോഴും പ്രശ്നിക്കുമ്പോൾ ചിലപ്പോൾ സ്വാമിജിയുടെ ചില വാക്കുകൾ ഇങ്ങനെ ഓർത്ത് പറയാറുണ്ട്. അത്രമാത്രം അതിന് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കരുത്ത് പകർന്നു തരാൻ അതിനുള്ള ശ്രമത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അപൂർവം സന്യാസി ശ്രേഷ്ഠന്മാരിൽ ഒരാളാണ് സ്വാമിജി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ ഹോള് ഇതിൻ്റെ ഔപചാരികമായ തുടക്കം കുറിച്ച ശേഷം ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു പരിപാടി ഇവിടെ നടക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും അതിന് ഏറ്റവും ഉചിതമായ നമ്മുടെ സന്ദേശവാഹകൻ, നമ്മൾ ഉൾക്കൊള്ളുന്ന ആശയത്തിൻ്റെ സന്ദേശവാഹകൻ അദ്ദേഹം ഇവിടെ വന്ന് നടത്തുന്നു എന്നുള്ളത് തന്നെ ഒരു ശുഭോദർക്കമായ കാര്യമാണ്. നമ്മുടെ സാമാജിക ജീവിതത്തിന് അതിനെ ഉറപ്പിച്ചു നിർത്താനുള്ള എല്ലാം സ്വാമിജിയുടെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് പകർന്നു തരുന്നുണ്ട്. അതുമായി മുന്നോട്ട് പോകണം. തീർച്ചയായും ഇന്ന് മാനവരാശിക്ക് മുമ്പിൽ ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. ആ തിരിച്ചുവരവിനെ കേവലം രാഷ്ട്രീയമായിട്ടോ മറ്റൊന്നും കാണേണ്ടതല്ല. തിരിച്ചു വരും. 10-ാം നൂറ്റാണ്ട്, 11-ാം നൂറ്റാണ്ട്, 12-ാം നൂറ്റാണ്ടൊക്കെ ഏറ്റവും ഒടുവിലായിട്ട് ഇംഗ്ലീഷുകാരെഴുതുന്ന പുസ്തകത്തിൽ പോലും നമ്മുടെ പഴയ
കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മാനവരാശി നിലനിർത്തിയ ഗോൾഡൻ റോഡ്സ് ആയിരുന്നു, റോഡുകളായിരുന്നു ഇന്ത്യ എന്ന് പറഞ്ഞാൽ വിദേശങ്ങളിലേക്കൊക്കെ എല്ലാം ഇന്ത്യ ആശ്രയിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. അതിനെ വില്യംസ് എന്ന് പറയുന്ന ലോകപ്രശസ്തനായ ഏറ്റവും വലിയ ഹിസ്റ്റോറിയൻ ഏറ്റവും ഒടുവിലായി എഴുതിയ പുസ്തകത്തിൽ ഞാൻ വാചകസ്വാമിയെ ഓർത്തു. ഇത്തരം ആളുകൾ ഇത് പ്രചരിപ്പിച്ച് നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് സനാതനധർമ്മത്തെ മാനവരാശിയുടെ വഴികാട്ടിയാക്കി മാറ്റാൻ വിശ്വഗുരുസ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ. ഞാൻ അതുകൊണ്ട് സന്തോഷത്തിലാകുന്നു. ഞാൻ സ്വാമിജിയെ കാണാനായിട്ട് അദ്ദേഹം ഫ്രീ ആകുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് പോകും. കുറേ സമയം സംസാരിക്കണമെന്നുണ്ട്. ഞാൻ ഇവിടെ എത്തിപ്പെടാൻ ഇടയായത് എനിക്കൊരു 3-4 പരിപാടി ഉണ്ടായിരുന്നു. എൻ്റെ മകളുടെ 10 വയസ്സുള്ള കുട്ടികളുടെ ഒരു ഡാൻസ്, അതിൻ്റെ അരങ്ങേറ്റം 10-23 കുട്ടികളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോയി അവളെ ഒന്ന് കാണുന്ന ചെറിയ മനസ്സിൻ്റെ അപ്പോൾ ഞാൻ സന്ധ്യയ്ക്ക് അതൊരു വാസ്തവത്തിൽ വീഴ്ചയായി മാറുമായിരുന്നു. ഇവിടെ എത്തുമ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകുന്ന കൊടുങ്ങല്ലൂർ എത്തുമ്പോഴാണ് സ്വാമിജി പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം ഇവിടെ കയറാം, അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകാം. ഞാൻ എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് തീർച്ചയായും സ്വാമിജിയുടെ ആത്മീയ നേതൃത്വത്തിൽ കീഴിൽ ശക്തമായി മുന്നോട്ട് പോകാം. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളായി ഞാനും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരം. അനുഗ്രഹ പ്രഭാഷണത്തിനായി സ്വാമി ഉദിത് ചൈതന്യജിയെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. പ്രഭു